ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെതിരെ സമ്മർദ്ദവുമായി ഒരു വിഭാഗം നേതാക്കൾ. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. MP-മാരായ ഷാഫി പറമ്പിലും MK രാഘവനും പ്രവീൺകുമാറിനെ പിന്തുണച്ചിപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. നാദാപുരം മണ്ഡലത്തിൽ KM അഭിജിത്തിന് വേണ്ടിയും സമ്മർദ്ദം ശക്തമാകുന്നുണ്ട്. 40 നിയമസഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. പാലക്കാട് രമേശ് പിഷാരടി തന്നെയാകും സ്ഥാനാർത്ഥി എന്ന സൂചനയാണ് വരുന്നത്. തൃത്താലയിൽ VT ബൽറാമും വട്ടിയൂർക്കാവിൽ K മുരളീധരനും മണലൂരിൽ TN പ്രതാപനും കളത്തിലിറങ്ങും. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും പത്തനാപുരത്ത് ജ്യോതികുമാർ ചമക്കാലയും സ്ഥാനാർത്ഥികളാകും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഏകദേശ ചിത്രം തെളിയുകയാണ്. അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് പ്രകാരമുള്ളൊരു ലിസ്റ്റായിരിക്കും വരാൻ സാധ്യതയുള്ളത്. തൃത്താലയിൽ ബൽറാമിനെതിരെ ചില നീക്കം നടക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെയായിരിക്കും. പാലക്കാട് രമേശ് പിഷാരടിയെ കൊണ്ടുവരുന്നതിൽ അവിടെ ജില്ലയിലെ തന്നെ ചില മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്നാണ് അറിയുന്നത്. അത് ഷാഫിയുടെ നോമിനി എന്ന മട്ടിൽ രമേശ് പിഷാരടി അവതരിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. പക്ഷേ രമേശ് പിഷാരടിയെ തന്നെ പാലക്കാട് പരിഗണിക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നറിയുന്നു. പക്ഷേ ഒരു സസ്പെൻസ് ഉള്ളത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിൽ പ്രവീൺകുമാർ വരുമോ അതോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇറങ്ങുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ അത് ഏതാണ്ട് അതിവേഗത്തിൽ പൂർത്തിയാക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. 40 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ധാരണയാവുകയും അത് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരാഴ്ചക്കകം ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് സാധ്യത. അതിനിടയിലാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നത്. അത് കോഴിക്കോട് പ്രവീൺകുമാറിനെ, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ പ്രവീൺകുമാറിനെ കൊയിലാണ്ടിയിൽ മത്സരിപ്പിക്കേണ്ട ആവശ്യം അവിടെ ശക്തമാക്കുന്നത് MK രാഘവൻ MPയും ഒപ്പം ഷാഫി പറമ്പിൽ MPയുമാണ്. അതിനൊപ്പം തന്നെ അതല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ നിന്നും നാദാപുരത്തേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റാമെന്ന ആലോചന നടത്തുമ്പോൾ അവിടെയും മത്സരിപ്പിക്കാൻ പാടില്ല, അവിടെ KM അഭിജിത്തിനെ മത്സരിപ്പിക്കേണ്ട ആവശ്യവും ഷാഫി പറമ്പിലും MK രാഘവനും മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു മണ്ഡലത്തിലും മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് ചില നേതാക്കൾ എത്തിയിട്ടുണ്ട്. അത് നേതൃത്വത്തിന് വലിയ പ്രതിസന്ധിയാണ്. നേരത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം. KC വേണുഗോപാൽ അടക്കം മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് മത്സരിപ്പിക്കാൻ സമ്മതിപ്പിച്ചത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും അതിനൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങൾ, അത് പാലക്കാട് എതിർപ്പുണ്ടെങ്കിലും അവിടെ രമേശ് പിഷാരടി മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു. തൃത്താലയിൽ VT ബൽറാം ഉറപ്പിച്ചതാണ്. അതേസമയം തന്നെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും അവിടെ പത്തനാപുരത്ത് ജ്യോതികുമാർ ചമക്കാലി, ഇവരൊക്കെ പല നേതാക്കളും അവിടെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ K ശബരിനാഥനാണ് മുൻതൂക്കം. ഏതാണ്ട് ശബരിനാഥൻ തന്നെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. CP ജോണിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരാവശ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ആ സീറ്റ് നിർബന്ധമായി വേണമെന്ന ആവശ്യം പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ KS ശബരിനാഥൻ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതേസമയം ആറന്മുള മണ്ഡലത്തിലും ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. അവിടെ അഭിൻ വർക്കിയെ മത്സരിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്. അതും ഏതാണ്ട് ഉറപ്പാണ്. ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്നത്. ഏറെ വൈകാതെ ഈ കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺകുമാർ, റോഷിപാലാണ് വിവരം നൽകുന്നത്.